നമുക്കിന്ന് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? അതിനായിട്ട് ഞാൻ എടുത്തത് അരിപ്പൊടിയാണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി എന്ന് വെച്ചാൽ പുട്ടുപൊടിയെ. ഇതിലേക്ക് നമ്മൾ എടുത്ത അളവിനനുസരിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലിൽ ഇതുപോലെ പുട്ട് നനച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ വാങ്ങിക്കുന്ന പുട്ടുപൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നനച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഉതിർന്ന് വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ ഇനി ആവശ്യമുള്ളത് തേങ്ങയും കുറച്ച് ശർക്കരയും കൂടെയാണ്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നമ്മുടെ മിക്സ് കുറേശ്ശെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സാണ് ആദ്യം ഇടണമെന്നുണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ പുട്ടുപൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മാറി മാറി നമ്മുടെ കുറ്റിയിൽ നമുക്കൊന്ന് നിറച്ചെടുക്കാം. നമുക്ക് ഇത് പിന്നെ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും തയ്യാറാക്കാം. പക്ഷെ ശർക്കര കുറച്ചൊരു ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്താട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാട്ടോ. ഇനി നമുക്കൊന്ന് കുറ്റിയിൽ ഫുള്ളായിട്ട് നിറച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയിൽ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പുട്ടൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ശർക്കരയുടെ പീസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്, ശർക്കരയുടെ തേങ്ങയുടെയും പിന്നെ കൂട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ പീസ് പീസായിട്ട് മുറിഞ്ഞു വരുന്നത്. ഇതിപ്പം ഞാൻ എടുത്ത് വന്നപ്പോഴത്തേക്കും 4 കഷ്ണമായി പോയിട്ടോ. പക്ഷെ രുചിയിൽ ഇവൻ കേമനായതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊടിഞ്ഞു പോയാലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഒരു പഴവും കൂടി ഉണ്ടെങ്കിലോ അല്ലെ പപ്പടം കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ചേരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പുട്ടൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.